സഭാപ്രസംഗി 3-ാം അധ്യായം 11-ാം വാക്യം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്തു. ദൈവത്തിൻ്റെ കരവിരുതാണ് നാം ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം ഗോളങ്ങളും ദൈവം സൃഷ്ടിച്ചാക്കിയ പാതകളിലൂടെ തൻ്റെ ഇഷ്ടപ്രകാരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പ്രവൃത്തികളെല്ലാം പൂർണ്ണതയുള്ളവയാണ്. അവയിലൊന്നും കുറവ് കണ്ടെത്താനാകില്ല. നമ്മുടെ ജീവിതത്തിലെ പല പ്രവൃത്തികളും പൂർണ്ണതയുള്ളതാകണമെന്നില്ല. ചെയ്യേണ്ട സമയത്തു തന്നെ കൃത്യമായി ചെയ്തു തീർക്കാൻ കഴിയാത്തത് നിമിത്തം നാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. കൃത്യസമയത്ത് ചികിത്സ നൽകാനാകാത്തത് കൊണ്ട് എത്രയോ പേർ അകാല മൃത്യു വരിക്കുന്നു. കൃത്യസമയത്ത് സഹായം എത്താത്തതിനാൽ പലരും നശിച്ചു പോകുന്നു. അങ്ങനെ പലതും. എത്ര തന്നെ കഴിവും പ്രാപ്തിയും ഉണ്ടായാലും പലവിധ തടസ്സങ്ങളെ മറികടന്ന് സമയത്ത് കാര്യങ്ങൾ ചെയ്യുക എന്നത് വളരെ ദുഷ്കരമാണ്. സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ദൈവത്തിൽ നമുക്ക് ആശ്രയമർപ്പിക്കാം. നമ്മെ സഹായിക്കാനും വിടുവിക്കാനും തക്ക സമയത്ത് ദൈവം ഇറങ്ങി വരും. ദൈവം ഒരിക്കലും താമസിച്ചു പ്രവർത്തിക്കുന്നവനല്ല. മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് 4-ാം ദിവസമായ മൃതശരീരം പോലും ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന് നമ്മുടെ ഒരു കാര്യങ്ങളും താമസിച്ചു പോയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. ജീവിതത്തിലെ പ്രശ്നങ്ങളോ വെല്ലുവിളികളോ എന്തുമാകട്ടെ, അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യാൻ ദൈവം സഹായിക്കും. ദൈവത്തിന് ഒന്നും താമസിച്ചു പോവുകയുമില്ല. നമുക്ക് കാലതാമസമെന്ന് തോന്നുന്നവ പോലും തക്ക സമയത്ത് ദൈവം ചെയ്യുമെന്ന് ഉറച്ചു വിശ്വസിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.